ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. 5 ലക്ഷം രൂപ തട്ടാൻ വേണ്ടി അന്ന് പ്രകാശം പറഞ്ഞ കള്ളം അത് സത്യമാക്കി തരണം. മനസ്സിലായില്ല. വന്ദനയും ജഗനയും തമ്മിൽ തെറ്റിച്ചു തരണം. സാർ, താതാ കുറുപ്പ് സാറേ, ഇതെന്റെ ജീവിതത്തിൽ ആകെയുള്ള സമ്പാദ്യ. ഇതും കൂടി നഷ്ടപ്പെടുമ്പോ എനിക്കെല്ലാം നഷ്ടപ്പെടും. അതെ 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 അതെ. അതിനിപ്പോ എന്താ പ്രകാശ, വലിയൊരു ത്യാഗം ചെയ്തു എന്ന് അഭിമാനിച്ചൂടെ നിനക്ക്? സ്വന്തം ജീവിത സമ്പാദ്യങ്ങൾ ത്യാഗം ചെയ്തതിലൂടെ പ്രകാശൻ രക്ഷപ്പെടുത്തുന്നത് സ്വന്തം സഹോദരനായ മനോജിനെയും അവന്റെ ഭാര്യയെയും അവർക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെയുമാണ്. സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് പോലും ഇത്രയും വലിയ ത്യാഗത്തിന്റെ കഥയുണ്ടാവില്ല. അയ്യോ അയ്യോ കുറുപ്പ് സാറേ, ഞാനും എന്റെ ഭാര്യയും മകനും വഴിയാധാരാവും. കുടുംബത്തിലെ ഒന്ന് പിഴച്ചാ മതി, ആ കുടുംബം മുഴുവൻ വഴിയാധാരാവും. നിന്റെ അനുജനെ നേരെ ചൊവ്വെ വളർത്തിയിരുന്നെങ്കിൽ നിനക്ക് നിന്റെ കുടുംബം നഷ്ടമാവില്ലായിരുന്നു. പ്രകാശ, നിന്റെ കള്ളക്കഥകൾ കേട്ട് വിശ്വസിക്കാൻ ഞാൻ നിന്റെ തന്ത മാധവൻ നായരെ പോലെ ഒരു കിഴങ്ങനല്ല. ഇത് കരുണാകരക്കുറുപ്പാണ്. മോഷ്ടിച്ചും പിടിച്ചു പറിച്ചും ഉണ്ടാക്കുമ്പോ ആലോചിക്കണമായിരുന്നു, എല്ലാം ഒരു നാൾ കൈവിട്ടു പോകുമെന്ന്. എന്നെ പ്രകാശ, നീ ജീവിതത്തിൽ ഇന്നേ വരെ ആരോടാ നീതി പുലർത്തിയിട്ടുള്ളത്? അച്ഛനോടോ, അമ്മയോടോ, സ്വന്തം സഹോദരങ്ങളോടോ? അവരുടെയൊക്കെ പ്രാക്കുദോഷം നിന്റെ തലയിൽ ഇടുത്തി പോലെ വീണതാണ് പ്രകാശ. നീ എന്നോടും ഉടായിപ്പറക്കി കളിക്കാൻ ശ്രമിച്ചതാണ്. പക്ഷേ ഞാൻ നീ ഉടായിപ്പ് പഠിച്ച സ്കൂളിലെ ഹെഡ് മാസ്റ്ററായി പോയ വിവരം നീ അറിഞ്ഞില്ല. വീടും കൂടും നഷ്ടപ്പെട്ട് നിൽക്കുന്ന നിന്നെ ഞാൻ ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കാത്തത് ഉചിതമല്ല. അങ്ങനെയൊക്കെ ഇറങ്ങില്ല, തൊണ്ടയിൽ അവിടെ ഇറങ്ങില്ല. നീ പോ പ്രകാശം, പൊക്കോ, ചെല്ലേ. നിക്ക്, എന്നാ നിങ്ങളകത്തേക്ക് പോയാട്ടെ. ശരി, ഇത് കൊണ്ടുപോയി ലോക്കറിൽ വച്ചാട്ടെ. ഓക്കെ. ചെല്ലേ. അതെ, നിനക്ക് നിന്റെ വീട് തിരിച്ചു പിടിക്കാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. അതെ, നിന്റെ വീട് തിരികെ കിട്ടുന്നത് മാത്രമല്ല, നിന്റെ സർവമാന പ്രശ്നങ്ങളും അതോടെ തീരും. കുറുപ്പ് സാർ പറയുന്നത് എന്തു ഞാൻ അനുസരിക്കാം. നമുക്ക് അങ്ങോട്ട് മാറി എന്ന് സംസാരിക്കാം. പക്ഷേ ഏതായാലും വിക്രം നിന്നെ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്ത വഴി എന്താണെന്നാ നമുക്ക് ആലോചിക്കാനുള്ളത്. ശ്യാമേ, എനിക്ക് പേടി തോന്നുന്നു. നീ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. പക്ഷേ അയാൾ എന്നോട് നിന്നെ കണ്ട് ഐഡന്റിഫൈ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുക. ഞാനിപ്പോ വർഷ അല്ലെന്ന് അയാളോട് പറഞ്ഞൊന്നിരിക്കട്ടെ. അയാള് നിന്റെ പിന്നീന്ന് മാറും തോന്നുന്നുണ്ടോ? അത് ഒരിക്കലുമില്ല. നീ വർഷയാണെന്ന് തെളിയിച്ചെടുക്കുന്നവരെ അയാൾ നിന്റെ പുറകിൽ ഒരു നിഴല് പോലെ ഉണ്ടായിരിക്കും.
ശ്യാമിന്റെ വീട്ടിൽ ഒളിച്ചു താമസിച്ചപ്പോ എന്റെ ഉള്ളിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നഷ്ടപ്പെട്ടു. അയാളുടെ മുന്നിൽ ചെന്ന് പെടുവെന്നുള്ള ഭയമാ ഉള്ളിൽ ഏത് സമയത്തും. വർഷ, നിന്നെ സഹായിക്കാൻ ഞാൻ എപ്പോഴും ഉണ്ടാവും. അത്രയേറെ ഞാൻ ഇഷ്ടപ്പെട്ടവളായിരുന്നു നീ. ശ്യാം എന്താ പറഞ്ഞത്? സത്യം. ഒരു കാലത്ത് ഞാൻ എന്റെ ഹൃദയത്തിൽ കൊണ്ടുവരുന്ന പെണ്ണായിരുന്നു നീ. എന്റെ സ്വപ്നത്തിലും കണ്ണുകളിലും നീയായിരുന്നു. മൗനത്തിൽ എന്നോട് പ്രണയം പറഞ്ഞിരുന്നവൾ. ശ്യാമേ, അതെ, എനിക്ക് നിന്നോട് പ്രണയമായിരുന്നു. നീ അതറിയാതെ പോയത് എന്റെ കുഴപ്പമാണോ? പറയായിരുന്നില്ലേ നിനക്ക്? പലപ്പോഴും നീ ഒന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നെങ്കിലെന്ന് കൊതിച്ചിട്ടുണ്ട്. ശരിക്കും ഞാൻ നിന്നെ പ്രണയിച്ചിരുന്നു ശ്യാമേ. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. എന്നാലും ഒന്നുകൂടി പറയാം. കുറച്ചു കാലം മുമ്പ് വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിച്ചു തരാമെന്ന വാക്കിന്മേൽ ഒരു 5 ലക്ഷം രൂപ പ്രകാശൻ എന്റെ വാങ്ങിയിട്ടുണ്ട്. എനിക്ക് കുറുപ്പ് സാറിന് തരാൻ എന്റെ കയ്യിലൊന്നും ബാക്കിയില്ല. എല്ലാ സ്വത്തുക്കളും ഞാൻ ഏൽപ്പിച്ചു കഴിഞ്ഞിരിക്കുക. പ്രകാശന്റെ കയ്യിൽ നിന്ന് ഞാൻ പിടിച്ചെടുത്തതെല്ലാം ഞാൻ തിരികെ തരാം. എന്റെ കയ്യിൽ നിന്നും 5 ലക്ഷം രൂപ തട്ടാൻ വേണ്ടി അന്ന് പ്രകാശൻ പറഞ്ഞ കള്ളം അത് സത്യമാക്കി തരണം. മനസ്സിലായില്ല. വന്ദനയും ജഗനെയും തമ്മിൽ തെറ്റിച്ചു തരണം. പറ്റുമോ നിനക്ക്? അങ്ങനെ ചെയ്താൽ പ്രകാശൻ വാങ്ങിയ 5 ലക്ഷം ഞാൻ മറന്നേക്കാം. തിരിച്ചു തരണ്ട. മനോജിന് പ്രകാശൻ കൊടുക്കാനുള്ള തുകയുടെ ബാധ്യതയും ഞാൻ ഏറ്റെടുത്തോളാം. അപ്പൊ പിന്നെ സ്വാഭാവികമായിട്ടും പ്രകാശിന്റെ വസ്തുവിന്റെ ആധാരവും ഞാൻ തിരിച്ചു തരുമല്ലോ. വന്ദനയും ജഗനെയും തമ്മിൽ തന്ത്രപരമായി തെറ്റിക്കണം. എനിക്ക് എന്റെ മകൻ ജഗനെ പഴയതുപോലെ തിരിച്ചു കിട്ടണം. വന്ദനയും ജഗനും തമ്മില് ഇപ്പൊ പഴയതുപോലെയല്ല. ഒട്ടും കളങ്കമില്ലാത്ത ആത്മാർത്ഥമായ ബന്ധമാണ് അവർ തമ്മിലുള്ളത്. അതൊക്കെ നിന്നേക്കാൾ കൂടുതൽ എനിക്കറിയാം. എന്നാലും അവരെ തമ്മിൽ തെറ്റിക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കാം. ഹലോ, നോക്കാമെന്നല്ല, അകറ്റിയിരിക്കണം. കാര്യം നടന്നു കഴിഞ്ഞാ പ്രകാശന്റെ പ്രശ്നം മുഴുവൻ തീരും, അറിയാലോ. കാര്യം നടന്നില്ലെങ്കിൽ പ്രകാശനും കുടുംബവും തെരുവിൽ കിടന്ന് തെണ്ടി തിന്നേണ്ടി വരും. മാനത്തെ കൊട്ട